ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്കും അൽഹംദുലില്ലാ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരൊക്കെ വീഡിയോക്ക് ഒന്ന് ഫുള്ളായി വാച്ച് ചെയ്യാൻ ശ്രമിക്കണേ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് മദ്രസയൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ. അങ്ങനെ ഇതേ 5:30 ആയിട്ടുണ്ട്. നമുക്ക് കടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ നൂൽപുട്ടും പിന്നെ ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസൊക്കെ തലേ ദിവസം തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേവിച്ച് വേഗം കറിയാക്കുകയാണ്. ഞാനിങ്ങനെ ഒരു പണികളൊക്കെ എടുക്കണതെന്ന് വെച്ചാൽ ഓരോ ടൈം കണക്കാക്കിയിട്ടാണ് കേട്ടോ പണികളൊക്കെ എടുക്കുക. ഒരുപാട് വെയിലായി നല്ല നേരം വൈകും. ഒരു 11 മണി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വല്ലാണ്ട് പണികളെടുക്കാൻ വലിയ ഉഷാറൊന്നും ഉണ്ടാവില്ല. പിന്നെ അത്യാവശ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് തീർക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ കേട്ടോ. അതിൻ്റെ ഒരു ടൈമോട് കൂടിയിട്ട് തന്നെ എല്ലാ പണികളും മാക്സിമം ഞാൻ തീർക്കാൻ നോക്കാറുണ്ട്. പിന്നെ മീൻ കിട്ടാൻ നേരം വൈകുക അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോഴാണ് പണികളൊക്കെ ഒന്ന് നേരം വൈകുക കേട്ടോ. പിന്നെ രാവിലെ നേരത്തെ എണീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഉന്മേഷമാണ്. അപ്പോൾ അത് ഇന്ന് അങ്ങനെ ചായയുടെ കടിയുടെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ പാതുവിനൊന്ന് എണീപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണർത്തിയിട്ടിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ചായക്ക് വെള്ളം വെക്കുക. ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും ടൈം കണക്കാക്കിയിട്ടാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഒരു 6 മണിക്ക് ചായക്ക് വെച്ച് കഴിഞ്ഞാൽ 6:30 ആകുമ്പോഴേക്കും പാതുവിനും ഫയക്കുട്ടിക്കൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ആ ടൈം ആകുമ്പോഴേക്കും ചൂടാറി കിട്ടുമല്ലോ. അതിൻ്റെ ഇടയിൽ തന്നെ ചായയുടെ കടിയുടെ പണിയും കൂടെ ഏറെക്കുറെ കഴിയാറുണ്ട്. അപ്പോൾ കറി പിന്നെ കുറച്ച് മുന്നേ തന്നെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതേ കടി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ പാതുട്ടി എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനക്ക് വേഗം ചായയൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവനത് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തലേ ദിവസം സോഫയിൽ എമിൽ വെള്ളം ഒഴിച്ചിട്ട് അത് ഉണങ്ങിയിട്ട് പോലും ഇല്ല കേട്ടോ. അതിങ്ങനെ പാടായിട്ട് നിൽക്കുന്നുണ്ട്. അതിനി കുറച്ച് കഴിയൊന്ന് ഉണങ്ങി വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദേ പാതു ചായ കുടിക്കുകയാണ്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മദ്രസയിൽ പോവേ. അയ്യോ കുട്ടിയെ വലൈക്കും അസ്സലാം. തൊപ്പിനാരട് പാതുവോ മുടി പുറത്ത് കാണും. ഫ്രണ്ടിൽ ആരാക്ക്. ഓക്കെ വലൈക്കും അസ്സലാം. അങ്ങനെ ദേ കുട്ടികളൊക്കെ മദ്രസയിൽ പോയിട്ടുണ്ട്. അപ്പോഴേക്കും ഇതേ ഇങ്ങനെ സൂര്യനെ കുതിച്ച് വരണുള്ളൂ കേട്ടോ. മഴക്കാറില്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ സൂര്യനെ കാണാൻ പറ്റാറുണ്ട്. അപ്പോൾ ഇതേ ഇന്നിപ്പോൾ മഴക്കാർ ഇങ്ങനെ മൂടിക്കെടുക്കണോണ്ട് തന്നെ സൂര്യൻ അവിടെ മറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ആ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ലൊരു സന്തോഷമാണ്. കുട്ടികൾ മദ്രസയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേഗം പോയി തിരുമ്പാനുള്ളത് വേഗം തിരുമ്പി വെക്കും കേട്ടോ. അതിന് മുന്നേ തന്നെ നനച്ച് വെക്കും. അത് കഴിഞ്ഞാൽ പിന്നെ വേഗം തിരുമ്പിയിടും കേട്ടോ. പിന്നെ ഈ ഒരു എന്താ പറയുക, നല്ല വെയിലായി കഴിഞ്ഞാൽ ബാക്കിലേക്ക് പിന്നെ നമുക്ക് കടക്കാൻ പറ്റില്ല. നല്ല വെയിൽ ഉദിച്ചിട്ട് നമുക്ക് ഭയങ്കര തലവേദന വരും കേട്ടോ. പിന്നെ പറഞ്ഞല്ലോ വെയിൽ ഉദിച്ച് കഴിഞ്ഞാൽ പണിയെടുക്കാനും കുറച്ച് മടിയാണ്. ഒരു പണികളൊക്കെ ഒരൊറ്റ ട്രിപ്പിലെടുത്തിട്ട് പിന്നെ ഇങ്ങനെ വെറുതെ ഇരിക്കുക. അതാണ് കേട്ടോ എൻ്റെ ഹോബി. എൻ്റെ ശരിക്കും ഇങ്ങനെ മഞ്ഞ് മാറിയിട്ടില്ല, വെയിൽ ശരിക്കും അങ്ങോട്ട് ഉദിച്ച് വന്നിട്ടില്ല കേട്ടോ. അതിങ്ങനെ കാർമേഘം മൂടിക്കെടുക്കണ കാരണമാണ്. പിന്നെ മുകളിൽ ഇങ്ങനെ തിരുമ്പിയതിട്ട് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. ഉച്ചയ്ക്ക് മുന്നേ തന്നെ എല്ലാം ഉണങ്ങി ഇങ്ങനെ മുരിഞ്ഞ് കിടക്കുന്നുണ്ടാവും. അങ്ങനെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നടക്കും. ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ തന്നെ അല്ലാതിരിക്കുമ്പോഴും ഞാനിങ്ങനെ വെറുതെ ഈ ഇതൊക്കെ ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വരുന്നത് ഒന്നല്ലേ ഫോട്ടോ എടുക്കും, അല്ലെങ്കിൽ
വീഡിയോസൊക്കെ അല്ലെങ്കിലും എടുക്കാറുണ്ട് കേട്ടോ. ആ കാർമേഘത്തിൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നതാണ് കേട്ടോ അതിൻ്റെ ആ ഒരു നാളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് വന്നിട്ട് പിന്നെ നമ്മൾ നെക്സ്റ്റ് പരിപാടിയാണ് കേട്ടോ അടിച്ച് വാരുക, തുടക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ. അപ്പോൾ ഇന്ന് തുടക്കാനൊന്നുമില്ല, തലേ ദിവസമൊക്കെ നമ്മൾ തുടച്ച് വൃത്തിയാക്കിയതാണ്. പിന്നെ വല്ലാണ്ട് വൃത്തിയേടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിടുകയാണ് കേട്ടോ. അങ്ങനെ അത്യാവശ്യം പണികളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് പിന്നെ കുറച്ച് നേരം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ വന്നിരിക്കും കേട്ടോ. ആ ഒരു ടൈമിൽ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുക എന്ന് പറയണത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. ആ ഒരു ടൈമിൽ എനിക്ക് കൂട്ടെന്ന് പറയണത് വല്ല ജീവികളൊക്കെ ആയിരിക്കും. എന്താ പറയുക, ഇങ്ങനെ വല്ല കിളികളോ പൂച്ച നായ്ക്കൾ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ ആ പറമ്പിൽ കൂടെ നടക്കുന്നത്. അതൊക്കെ ആയിരിക്കും കേട്ടോ കൂട്ട്. അതൊക്കെ കണ്ടിങ്ങനെ ഇരുന്ന് ചായ കുടിക്കുക, ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ മാങ്ങ ഇങ്ങനെ വീണെടുക്കണ്ടായിരുന്നു കേട്ടോ മുറ്റത്ത് പഴുത്തത്. അതൊക്കെ ഒന്ന് പറക്കി വെക്കണം. പിന്നെ 11 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ജ്യൂസ് അടിക്കാമല്ലോ. മിലോ പാതെന്തിയേ പാതെന്തിയേ പോയി മദ്രസയിൽ പോയി പറഞ്ഞേ, പോയി 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 ഫയ്യേ ഫൈഹ അഫന്തിയെ മദ്രസയിൽ പോയി മദ്രസയിൽ പോയി. അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചക്ക് അവിയലാണ് കേട്ടോ ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇരുന്ന് തൊലിയാളയാണ്. അപ്പോൾ ആ ഒരു നേരം ആകുമ്പോഴേക്ക് തന്നെ എമിൽ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ എണീറ്റ് വന്നാൽ പിന്നെ നേരെ നമ്മളെ അടുത്തേക്ക് വരും. പിന്നെ അവിടെ നിൽക്കില്ല കേട്ടോ. വാതിൽ തുറന്ന് കഴിഞ്ഞാൽ അവൻ കണ്ട് വരും. പിന്നെ പാതു പാതു എന്നിങ്ങനെ വിളിച്ചിട്ട് പാതുവിൻ്റെ കാര്യങ്ങൾ പറയലാണ് അവൻ്റെ മെയിൻ ഹോബി കേട്ടോ. ഫുള്ള് വർത്താനം ഇങ്ങനെ പറയാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ ഫുള്ള് പാതുവിൻ്റെയും ഫയ്യാടെയും കാര്യങ്ങളാണ് അവന് പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് എന്താന്നൊക്കെ ചോദിക്കുകയെ. അവനിങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വല്ല മീൻ നന്നാക്കണത്, മീൻ മേടിക്കണത് അതൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അവനിങ്ങനെ അടുത്തിരിക്കും. പിന്നെ ഉള്ളി തൊലി കളയാനൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഉള്ളി ശരിക്കല്ല, പക്ഷേ ഉള്ളി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അവനിങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ അതിൻ്റെ തൊലി ഇങ്ങനെ ഇരുന്നിട്ട് നീക്കണ കാണാറുണ്ട് കേട്ടോ. മത്തൈ മത്തങ്ങയാണ്, മത്തൈ അല്ല. അത് പളല്ല, പള വേറെ വരട്ടാ. അത് പളല്ല. മുഖത്തേക്ക് തെറിക്കണ്ട, മുഖത്തേക്ക് തെറിക്കണ്ട. വണ്ടി തിരിക്കട്ടെ, അവിടുന്ന് കയറാം. നീ പോണ്ടേ മില, പോണ്ട വാ, അവിടുന്ന് തിരിക്കട്ടെ, അത് വാ. അപ്പം ഇനി വേറെ പോകേണ്ടി വരുമോ? എമില് നീ പോവണ്ടടാ, പോവണ്ടടാ, നീ പോവണ്ട. ഇവിടെ ഇരിക്കാൻ പറ്റും എനിക്ക്. മിഠായി വേണമെന്ന് പറയോ മിലുവാ? അങ്ങനെ അവർ കടയിലേക്ക് പോയതാണ് കേട്ടോ. വണ്ടി എടുത്തു കഴിഞ്ഞാൽ എമിലുവിന് എന്തായാലും പോകണം. അത് എവിടേക്കാണെന്നുണ്ടെങ്കിലും അവനതിമ്മ കയറിക്കൂടും കേട്ടോ. അവൻ കണ്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, കണ്ടു കഴിഞ്ഞാൽ എന്തായാലും അവനതുമ്മ കയറിക്കൂടും. ഇനി അല്ലെങ്കിൽ പിന്നെ കരച്ചിലാവും. കണ്ടിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ അവന് ഭയങ്കര കരച്ചിലാവും കേട്ടോ. അങ്ങനെ ദേ രാവിലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ചോറും കാര്യങ്ങളൊക്കെ വെക്കട്ടെ. അപ്പോൾ ഇന്ന് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഇവിടെ വെക്കാമെന്ന് പറഞ്ഞ കാരണം
അപ്പോൾ കുറച്ചധികം അരി തന്നെ ഇടണം കേട്ടോ. അപ്പോൾ അതേ അടുപ്പിൽ തീയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. വെള്ളം നല്ലപോലെ തിളക്കാനായിട്ടൊന്നുമില്ല, അതിന് മുന്നേ തന്നെ ഞാൻ തിരക്കായിട്ട് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വെള്ള അരിയാണ്, പെട്ടെന്ന് വേവുകയും ചെയ്യേ. ചോറിന് വെള്ളം വെച്ചിട്ട് പിന്നെ ഞാൻ വേഗം അവിയലിനുള്ളത് അരിയാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് വെന്ത് കഴിഞ്ഞാൽ ആ അടുപ്പിൽ തന്നെ അവിയൽ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, അവിയലിന് അരിയാനൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അതാണ് ഇങ്ങനെ മന്ദം പോലെ ഇരിക്കുന്നത്. അരിയാൻ അറിഞ്ഞില്ലെങ്കിലും കഴിക്കാൻ നല്ലോണം അറിയാം കേട്ടോ. ഇത് നമ്മളടുത്ത് ഇങ്ങനെ പണിക്കൊക്കെ വരുന്ന ചേച്ചിയാണേ. അപ്പോൾ അത് നമ്മളെ ഫ്രണ്ടിൽ കൂടെയാണ് പോവുക. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് വർത്താനമൊക്കെ പറയാറുണ്ട് നമ്മളേക്ക്. അതിൻ്റെ വീട് തമിഴ്നാട്ടിലാണ് കേട്ടോ, സേലം അവിടെ ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മാരിയമ്മയാണ്, നമ്മൾ വീഡിയോയിൽ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. രാവിലെ അത് പണിക്ക് പോവും, വൈകുന്നേരം ഒരു 5:30 ഒക്കെ ആവുന്ന ടൈമിൽ തിരിച്ച് വരും കേട്ടോ. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെയാണ് പോവുക. അപ്പോൾ നമ്മളായിട്ട് നല്ലോണം വർത്താനം പറയാനും കുറച്ച് നേരം ഇരിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ മൂപ്പര് വേറെ ഒന്നുമല്ല പറയണ കേട്ടോ, നല്ല ചൂടാണ് എന്ന് പറയണേ. ഇപ്പം ഇടയ്ക്ക് മഴ പെയ്യുണ്ടെങ്കിലും നല്ല ചൂടാണല്ലോ. അപ്പോൾ എമിലുവിന് കുറച്ച് പേടിയൊക്കെ ഉണ്ട് കേട്ടോ, എന്നാലും പേടിയില്ലാത്ത പോലെയാണ് മൂപ്പര് അഭിനയിക്കുക. എന്തോ കുരുത്തക്കേട് ചെയ്യായിരുന്നു, അതെന്താണെന്ന് ഞാൻ മറന്നുപോയി. അപ്പോൾ മാരിയമ്മ വിളിച്ചപ്പോൾ വേഗം അവിടെ നിന്നിട്ടുണ്ട്, എന്നിട്ട് ചിരിക്കുകയാണ് ആൾ, സോപ്പിടുകയാണേ. അങ്ങനെ മാരിയമ്മേനൊക്കെ ഇട്ട് കുറച്ച് നേരം ഇന്ന് വർത്താനം പറയുമ്പോഴേക്കും ചോറൊക്കെ നല്ല പോലെ തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പിന്നെ ഈ വെള്ളരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവുമല്ലോ. അപ്പോൾ കുറച്ച് നേരം ഒരു 5-6 മിനിറ്റ് അതവിടെ തിളച്ച് കഴിഞ്ഞപ്പോൾ അത് വെന്തിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്ന് ഊറ്റിയെടുക്കാമല്ലോ. പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ ചോറിൽ നല്ലപോലെ ഉപ്പ് വേണം കേട്ടോ. എന്താ വെച്ചാൽ ഉപ്പിടാണ്ട് ചോറ് ഊറ്റിക്കഴിഞ്ഞാൽ കറി ഒഴിച്ചാലും ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നാറുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം ഉപ്പൊക്കെ ഇടാറുണ്ട്, ചിലപ്പോൾ കൂടുകയും ചെയ്യാറുണ്ട് കേട്ടോ. ഇന്നപ്പോൾ ചോറും അവിയലൊക്കെ തന്നെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് കറികളൊന്നുമില്ല. പിന്നെ തലേ ദിവസത്തെ മീൻ കറി ഉണ്ടായിരുന്നു, അപ്പോൾ പിന്നെ അതൊക്കെ മതിയല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഉച്ച വരെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ആയിരുന്നേ. പിന്നെ ചോറ് വെന്ത അടുപ്പത്ത് നമ്മൾ അവിയലും കൂടെ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകയും വേണേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ ബൈ.